ഹായ്, +2 കഴിഞ്ഞ് BSc നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന കുട്ടികളാണോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നോക്കണം, അല്ലെ നല്ല പണി കിട്ടും. അല്ല, ഒന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അല്ലെ കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പ്രിഫർ ചെയ്യുന്ന സംസ്ഥാനമാണ് ഒന്ന് കർണാടകയും ഒന്ന് തമിഴ്നാടുമാണ്. ഇപ്പോൾ കർണാടകയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻട്രൻസ് എക്സാം കമ്പൾസറി ആണ്. അതിന് അപ്ലൈ ചെയ്യുക, കമ്പൾസറി ആയിട്ട് എക്സാം എഴുതുക. അപ്പോൾ ഇല്ല എങ്കിൽ പലപ്പോഴും ഫീസ് നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ എന്നുള്ളത് കോളേജ് അഫിലിയേഷൻസ് ആണ്. അതായത് കർണാടക നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ വേണം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ വേണം, അതുപോലെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് വേണം. ചില കോളേജുകൾക്ക് അല്ലെങ്കിൽ കർണാടകയിലുള്ള പല കോളേജുകൾക്കും ഈ പറയുന്ന അഫിലിയേഷൻസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം അഫിലിയേഷൻ ശ്രദ്ധിക്കുക എന്നതാണ്. മൂന്നാമത് ആ ഹോസ്പിറ്റലിൽ കോളേജിന് പ്രാക്ടിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടോ, അല്ലെ പ്രാക്ടിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇൻ കേസ് പ്രാക്ടിക്കൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കോളേജ് ആണ് എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവില്ല. ഫൈനലി അവിടുത്തെ ഫുഡും അല്ലെങ്കിൽ അക്കോമഡേഷനും മറ്റ് ഫെസിലിറ്റീസും കൂടെ ഉറപ്പുവരുത്തുക. അതും ഏറ്റവും കമ്പൾസറി ആണ്. അതില്ലാത്തതും അല്ലെങ്കിൽ ഫുഡ് ബാക്കി കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ഉള്ളതും ഒരുപാട് കോളേജുണ്ട്. ഈ ഒരു കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക. കർണാടകയും അല്ലെങ്കിൽ തമിഴ്നാടുള്ള ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ള അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള കോളേജിനെ കുറിച്ച് അറിയാനും അഡ്മിഷനായിട്ട് ഇന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.